ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ഇന്നത്തെ വീഡിയോയിൽ പ്ലസ് വണ്ണിൽ ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയ കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ 10ലെ 5A+ മേടിച്ചവരും 1A+ മേടിച്ചവരും 2A+ മേടിച്ചവരും എല്ലാവരും കാണും. എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ മിസ്റ്റേക്സ് ആണ് പ്ലസ് വണ്ണിൽ കയറും. ആദ്യം ഭയങ്കര പഠിത്തമായിരിക്കും. ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ഒരാഴ്ച ഭയങ്കര പഠിത്തമായിരിക്കും, പിന്നെ പഠിക്കത്തില്ല. പ്ലസ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10ന്റെ കണക്കൊന്നുമല്ല, അതിന് സിലബസ് ഉണ്ട് പഠിക്കാൻ. എസ്പെഷ്യലി സയൻസ് ഭയങ്കര പാടാണ് സയൻസ് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യമേ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം നല്ലതാണ്. കെമിസ്ട്രി ഒക്കെ ഭയങ്കര സിമ്പിളാണ് പ്ലസ് വണ്ണിലൊക്കെ. പ്ലസ് ടുവിനെ അപേക്ഷിച്ച് പ്ലസ് ടു ഒക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ പ്ലസ് വണ്ണിലെ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മെഡിക്കൽ ഫീൽഡ് താല്പര്യം ഇല്ലെങ്കിൽ ഒരിക്കലും പോയി സയൻസ് എടുക്കരുത്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് സയൻസ് എടുക്കണ്ടായിരുന്നു എന്നാണ്. കാരണം എനിക്കിപ്പോൾ ഒരു CA ആവാനൊക്കെയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കണം. ഞങ്ങളുടെ സ്കൂളിലൊക്കെ 10 വിഷയമായിരുന്നു ഒരു ദിവസം ഉള്ളത്. ചില സ്കൂളിലൊക്കെ 8 വിഷയമുള്ള. എന്തായാലും തന്നെ പഠിക്കാൻ ശ്രമിക്കണം. എൻ്റെ ഒരു ബിഗ് മിസ്റ്റേക്ക് ആയിരുന്നു, പഠിക്കുന്ന അന്നൊന്നും പഠിക്കുന്നില്ല. പെൻഡിങ് ആക്കി വെച്ചിട്ട് വീക്കെൻഡിൽ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കും. ഭയങ്കര ഓവർലോഡായിരുന്നു എനിക്ക് തോന്നിയത്. അത് നിങ്ങൾ ചെയ്യരുത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊരു സാധനമാണ് ഇത് പഠിക്കാൻ അടിപൊളിയാണ്. പഠിക്കണം എന്നുള്ളവർക്ക് ഇത് വെച്ച് പഠിച്ചാൽ അടിപൊളിയായിട്ട് മനസ്സിലാവും. ഇതിനകത്തുള്ള കാര്യങ്ങൾ മെജോറിറ്റി പരീക്ഷയ്ക്ക് ചോദിക്കും. ഞാൻ ഇത് നോക്കിയാണ് പഠിച്ചത്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ച് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സ്കൂൾ കയറുന്ന ഒരു ഉത്സാഹത്തിൽ ആദ്യമേ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യരുത്. കുറേശ്ശെ പഠിക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കുറേ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മടുക്കും, പിന്നെ ബോറടിച്ചു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ ആദ്യം കുറേശ്ശെ പഠിച്ച് പിന്നെ ടോപ്പ് ലെവലിലേക്ക് കയറുക. തീർക്കണമെങ്കിൽ നമ്മൾ ആദ്യം തൊട്ടേ പഠിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ജനുവരിയൊക്കെ ആയപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായി ഇത്രയും സിമ്പിളായിരുന്നു ഈ കാര്യമെന്ന്. പക്ഷെ എനിക്ക് പഠിക്കാൻ ടൈം കിട്ടിയില്ല. എനിക്ക് ഫിസിക്സും മാത്സും പഠിക്കാൻ ടൈം കിട്ടിയില്ല. ബാക്കിയുള്ള എല്ലാം പഠിക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ലാസ്റ്റ് 2 സബ്ജക്റ്റ് പഠിക്കാൻ സമയം കിട്ടിയില്ല. ആ ഒരു ഇത് നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ആദ്യം തൊട്ടേ പഠിച്ച് മാക്സിമം തുടങ്ങുക. മിസ്റ്റേക്ക് അല്ല, ഒരു അഡ്വൈസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇത് കാണുമ്പോൾ പഠിക്കാൻ പറ്റത്തില്ല, ഒത്തിരി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല, നിങ്ങൾ മാക്സിമം പഠിക്കണം. വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.